നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബോബി ചെമ്മണ്ണൂരിൻ്റെ മർമ്മം തകർത്ത് ഹണി റോസിൻ്റെ പോസ്റ്റ്. സംഗതി കൊള്ളാം, പക്ഷേ ഹണി റോസെ എന്തുകൊണ്ട് ആ ബോച്ചയുടെ പേര് പറഞ്ഞില്ല? സ്ത്രീകളെ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ നിരന്തരം അപമാനിക്കുന്ന അവൻ്റെ പേര് ബോച്ചയെന്ന് പറയാൻ എന്തുകൊണ്ടാണ് ഹണി റോസിൻ്റെ നാക്കുളുക്കിയത്? ഹണി റോസിനെ പോലെയുള്ള ഈ സെലിബ്രിറ്റികളെ അവഹേളിച്ചത് ഒരു സാധാരണക്കാരനായിരുന്നുവെങ്കിൽ അവൻ്റെ പേരും ജാതവുമൊക്കെ നിങ്ങൾ വിളിച്ചു പറയില്ലായിരുന്നോ? അവൻ്റെ കുടുംബം വരെ നിങ്ങൾ കുളം തോണ്ടും. അയാളുടെ പേര് പറയാൻ ഹണി റോസിന് നട്ടെല്ലിന് ഉറപ്പില്ല. അതുതന്നെയാണ് കേരളത്തിലെ മിക്ക സെലിബ്രിറ്റികളുടെയും ഗതികേട്. ബോച്ചെ പണത്തിനും മീതെ പറക്കുന്നു. ബോച്ചെ എന്ന ഈ തെമ്മാടിയെ താങ്ങാനും കേരളത്തിൽ ഒരുപാട് പേരുണ്ട്. നിരന്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ അയാൾ നടത്തുന്ന മ്ലേച്ഛമായ ആശയപ്രചരണം. എത്രയെത്ര സ്ത്രീകളെയാണ് അയാൾ ആക്ഷേപ പ്രയോഗങ്ങളിലൂടെ ദ്വയാർത്ഥങ്ങളിലൂടെ മലയാളികൾക്ക് മുന്നിൽ വലിച്ചെറിഞ്ഞു കൊടുത്തത്, സ്ത്രീത്വത്തെ അപമാനിച്ചത്. വൈറലാകാൻ ഏത് വികൃതവും അയാൾക്ക് മടിയില്ല. ഒരിക്കലൊരു തട്ടുകടയിലേക്ക് കയറി ചെന്ന് ആ ചേട്ടനോട് ഒരു പഴംപൊരി വാങ്ങുന്നു. പഴംപൊരി വളഞ്ഞിരിക്കുന്നത് കണ്ട് ചേട്ടൻ്റെ പഴമെന്താ വളഞ്ഞതാണോ എന്ന ചോദ്യമുയർത്താൻ നാക്കിനുളുപ്പില്ലാത്ത ബോബി ചെമ്മണ്ണൂർ. ബോബി ചെമ്മണ്ണൂർ തൻ്റെ ബ്രാൻഡ് മാർക്ക് വളർത്തിയത് ഇത്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെയാണ്. മലയാളികളുടെ വീക്ക്നെസ്സും ദാരിദ്ര്യവുമൊക്കെ അയാൾക്ക് കൃത്യമായി അറിയാം. അതയാൾ മാർക്കറ്റ് ചെയ്തു. അങ്ങനെ ഫാൻസിനെ വളർത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ അയാൾ തൻ്റെ സ്ഥാനമുറപ്പിച്ചു. ഹണി റോസിനെ ഒരു പൊതുവേദിയിൽ നിർത്തി ബോബി ചെമ്മണ്ണൂർ അവർക്ക് നേരെ ഉയർത്തിയത് ഏറ്റവും പരിഹാസ്യമായ ദ്വയാർത്ഥ പ്രയോഗം. പിന്നീട് ചില ഓൺലൈൻ മാധ്യമങ്ങൾക്ക് അഭിമുഖങ്ങൾ നൽകുമ്പോഴും ബോബി ചെമ്മണ്ണൂർ അവരെ തുടർച്ചയായി പരിഹസിച്ചു. ഹണി റോസിൻ്റെ ശരീര അകവടിവുകൾ പോലും അയാൾ കൈകൊണ്ട് ആംഗ്യം കാട്ടി അങ്ങ് വർണ്ണിച്ചു കൊടുത്തു. ബോബി ചെമ്മണ്ണൂരിൻ്റെ അതിഥിയായി ഒരു പരിപാടിയിൽ ഹണി റോസ് പങ്കെടുക്കുന്നു. പരിപാടിയുടെ ഭാഗമായി ബോബി ചെമ്മണ്ണൂരിൻ്റെ ജുവല്ലറിയും താരം സന്ദർശിക്കുന്നു. ഒരു നെക്ലേസ് കഴുത്തിൽ അണിയിച്ചു കൊടുത്തതിന് ശേഷം ഹണി റോസിനെ ബോബി ചെമ്മണ്ണൂർ ഒന്ന് പിടിച്ച് കറക്കി. നേരെ നിന്നാൽ മാലയുടെ മുൻഭാഗം മാത്രമേ കാണൂ. മാലയുടെ പിൻഭാഗം കാണാൻ വേണ്ടിയാണ് താൻ കറക്കിയത് എന്ന് പരിഹാസത്തോടെ അയാളുടെ സംസാരം. ഹണി റോസിനെ കാണുമ്പോൾ പുരാണത്തിലെ കുന്തി ദേവിയാണ് ഓർമ്മ വരുന്നത് എന്നൊക്കെ അന്ന് അയാൾ തട്ടിവിട്ടു. പിന്നീട് കുന്തി ദേവിയെ ഉദ്ദേശിച്ചതെന്ത് എന്നും അയാൾ വ്യക്തമാക്കി. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ അയാൾ തന്നെ പരിഹസിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹണി റോസ് രംഗത്തെത്തി. എന്നാൽ ബോബി ചെമ്മണ്ണൂരിന്റെ പേര് ഹണി റോസ് തന്റെ പോസ്റ്റിൽ ഉപയോഗിക്കുന്നില്ല. ഹണി റോസിന്റെ അതിശക്തമായ വാക്കുകൾ ഇങ്ങനെ: ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ്സ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു. പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികാരമെന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്നിടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു. പണത്തിൻ്റെ ധാർഷ്ട്യത്താൽ ഏതു സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ? അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമ സംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇയാളുടെ പ്രവൃത്തികളിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗികോദ്യോഗമായ ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നതാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. ഞാൻ വ്യക്തിപരമായി മാനസിക വൈകൃതമുള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവ്. അതിനെനിക്ക് പ്രതികരണശേഷിയില്ല എന്നർത്ഥമില്ല. ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. ഹണി റോസ് വ്യക്തമായി പറഞ്ഞു. എന്നിട്ടും ഈ പോസ്റ്റിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ പേരെഴുതാൻ അവർക്ക് നട്ടെല്ലിനുറപ്പില്ല. അതുമാത്രമാണ് ഹണി റോസിനോട് ഇക്കാര്യത്തിൽ നമുക്ക് എതിർപ്പ്. ബോബി ചെമ്മണ്ണൂരിൻ്റെ ചില റീൽസുകൾ ഈ അടുത്ത ദിവസങ്ങളിൽ കണ്ടു. അതിലൊന്ന് ഒരു ഫിറ്റ്നസ് സെൻ്ററിൻ്റെ റീൽസാണ്. ഹണി റോസുമൊത്ത് ബോബി ചെമ്മണ്ണൂർ നിൽക്കുന്നു. ഹണി റോസിനെ നിർത്തി അപ്പോൾ ബോബി ചെമ്മണ്ണൂർ തട്ടിവിട്ടത് കളിച്ച് ഫിറ്റ്നസ് ആകാനുള്ള സ്ഥലമെന്ന്. എത്രയെത്ര ദ്വയാർത്ഥ പ്രയോഗങ്ങളാണ് ഇയാളുടെ ഈ പുഴുത്ത വായിൽ നിന്ന് പുറത്തേക്ക് വന്നത്. അന്നരാജനെ തന്റെ ജുവല്ലറിയിലേക്ക് ക്ഷണിച്ചു വരുത്തിയ ബോബി ചെമ്മണ്ണൂർ ജീവനക്കാരനോട് പറയുന്നു, അന്നയ്ക്കുള്ള വലിയ സൈസ് സാധനം ഇങ്ങെടുക്കാൻ. പിന്നീട് ഒരു വലിയ സൈസിലുള്ള നെക്ലേസ് എടുത്തുകൊണ്ടുവരുന്നു ജീവനക്കാരൻ. അതെടുത്ത് കഴുത്തിൽ ഒന്ന് വെച്ച് കാട്ടുന്നു. എല്ലാത്തിലും ഇയാളുടെ വൃത്തികെട്ട ദ്വയാർത്ഥ പ്രയോഗം. ശ്വേതാ മേനോനെ അടുത്തു പിടിച്ചു നിർത്തി ബോബി ചെമ്മണ്ണൂർ ഒരു വലിയ നെക്ലേസ് എടുത്തുകൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു. പിന്നീട് ശ്വേതയുടെ കഴുത്തിലേക്ക് നെക്ലേസ് വെച്ച് ബോബി പറയുന്നു, ശ്വേതയ്ക്ക് മാത്രം ഇട്ടില്ല എന്ന പരാതി വേണ്ട. ഇതേ ബോച്ചയ്ക്ക് മുന്നിൽ വ്യത്യസ്ത സ്റ്റെപ്പുകളുമായി ഡാൻസ് കളിച്ച് നിൽക്കുന്ന അന്നരാജനെ പോലെയുള്ളവർ.
ഇത്തരം സെലിബ്രിറ്റികൾ തന്നെയാണ് ഇത്തരം വൈകൃതങ്ങളെ കേരളത്തിൽ വളർത്തുന്നത്. റഹീമിനെ സഹായിക്കാൻ പണപ്പിരിവുമായി ബോച്ചെ കളത്തിലിറങ്ങിയത് സ്വന്തം പബ്ലിസിറ്റിക്ക് വേണ്ടി അയാൾ ഏത് ചീപ്പ് പ്രവർത്തനങ്ങളും ചെയ്യും. അത് അയാളുടെ സ്ഥിരം ശൈലിയാണ്. ബോച്ചെ നടത്തുന്ന കള്ള് ഷാപ്പിൽ ഇപ്പോൾ ആറളം ഫാമിൽ നിന്ന് കള്ള് വിതരണം ചെയ്യും എന്നതുവരെ മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കുന്നു. ബോച്ചയും മാധ്യമങ്ങളും തമ്മിൽ ഒരു കൊടുക്കൽ വാങ്ങൽ ഇടപാടുണ്ട്. ബോച്ചെ അഥവാ ബോബി ചെമ്മണ്ണൂരിൻ്റെ ജുവലറിയുടെ പരസ്യം മാധ്യമങ്ങൾക്ക് നിരത്തി കൊടുക്കും. പിന്നീട് ബോച്ചെ ഈ മാധ്യമങ്ങൾ തന്നെ വലിയ അവതാരമായി വാഴ്ത്തിപ്പാടും. ഒരു ചാനൽ അവതാരകയോട് വെള്ള ഉടുപ്പിനെക്കുറിച്ച് അവതാരക ചോദിച്ചപ്പോൾ എന്താ ഞാൻ ഉടുപ്പൂരിയിരിക്കണോ എന്ന വൃത്തികെട്ട ചോദ്യം. ഇതുപോലെ എത്രയെത്ര ചോദ്യങ്ങളാണ് ഇയാൾ ഉയർത്തിയത്. പണ്ട് മോഹൻലാലിൻ്റെ ബോയിങ് പോലെ ജീവിക്കണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്ന് അഭിമുഖത്തിൽ തുറന്നടിച്ച ബോച്ചെ. ഇതൊന്നും മലയാളികൾക്ക് ദഹിക്കുന്നതല്ല എന്നെന്തുകൊണ്ട് ബോച്ചെ ആരും പറഞ്ഞു മനസ്സിലാക്കിയില്ല. കുച്ചിപ്പിടി കെട്ടിപ്പിടി ഒക്കെ തനിക്ക് ഇഷ്ടമാണ്, ഭാര്യയോടൊത്ത് അധിക ദിവസം കഴിയാൻ താൻ ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നൽകുന്ന അഭിമുഖങ്ങളിൽ ഇയാൾ തുടർച്ചയായി തട്ടിവിട്ടുകൊണ്ടിരിക്കുന്നു. നടിമാരെ കിട്ടുവോ എന്ന ചോദ്യത്തിനും അയാൾ വൃത്തികെട്ട ഉത്തരവാണ് ചാനൽ അവതാരകർക്ക് നൽകുന്നത്. ഒരു വശത്ത് പാവങ്ങളെ പറ്റിച്ച് പണമുണ്ടാക്കുന്ന ബോച്ചയുടെ നമ്പറുകൾ, മറുവശത്ത് വികൃതമായ അയാളുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വമിക്കുന്ന വൃത്തികെട്ട ദ്വയാർത്ഥ പ്രയോഗങ്ങൾ. ഇതിനെതിരെ എന്തുകൊണ്ട് നിയമ നടപടികൾ കേരളം കൈക്കൊണ്ടില്ല? എന്തുകൊണ്ട് ബോച്ചെ എന്ന ഈ വൃത്തികേടിനെതിരെ കേരളത്തിലെ സാംസ്കാരിക നായകർ മിണ്ടിയില്ല? അവർക്ക് ഭയമാണ്. കാരണം അയാളുടെ കയ്യിൽ പണമുണ്ടോ എന്ന സംശയം. എന്നാൽ ഈ പണത്തിൻ്റെ പെരുക്കപ്പട്ടികയും ഇപ്പോൾ പൊട്ടിത്തകരുമെന്ന ഘട്ടത്തിലാണ്. ബോച്ചയ്ക്ക് വന്നിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളെക്കുറിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണവും മറ്റു ചില സത്യങ്ങൾ വെളിപ്പെടും. ഒരു ചാനൽ അഭിമുഖത്തിൽ ഇയാൾ പറയുന്നു, വെടിവെപ്പ് ചെറുപ്പം മുതലേ എൻ്റെ വീക്ക്നെസ് ആയിരുന്നുവെന്ന്. എന്ത് വേണമെങ്കിലും ഇയാൾക്ക് തട്ടിവിടാം. ഹണി റോസിനെ കുന്തിദേവിയായി എന്തുകൊണ്ട് ഉപമിച്ചു എന്നതിനും ഇയാൾ വൃത്തികെട്ട ഉത്തരമാണ് പറഞ്ഞത്. ഹണി റോസിന്റെ അകവടിവുകൾ അയാൾ തന്റെ കൈകളിലൂടെ വർണ്ണിച്ചു കാട്ടി. ഇന്നലെ വരെ ഇയാളെ പുകഴ്ത്തിപ്പാടിയ അന്നരാജനെ പോലെ ഹണി റോസിനെ പോലെയുള്ള സെലിബ്രിറ്റികൾ തന്നെയാണ് ഈ വൈകൃതത്തിന് ഇയാളെ പ്രേരിപ്പിച്ചത്. ഒടുവിൽ തങ്ങളുടെ വ്യക്തിത്വം താറുമാറാകുന്നു എന്ന് തിരിച്ചറിയുന്ന നടികൾ അയാൾക്കെതിരെ കേസുമായി ഇപ്പോൾ കളത്തിലിറങ്ങി. ഈ വിഷയത്തിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്നാണ് ഹണി റോസ് സമൂഹ മാധ്യമത്തിലൂടെ കേരളത്തെ അറിയിച്ചിരിക്കുന്നത്. അതിൽ സത്യസന്ധത കാട്ടാനുള്ള, ആത്മാർത്ഥത കാട്ടാനുള്ള അവസരം അവർ ഉപയോഗിക്കുമെന്ന് നമുക്ക് കരുതാം. അതിലപ്പുറം വിലപേശലുകൾക്ക് ഇത്തരം കുറിപ്പുകൾ ഉപയോഗിക്കപ്പെടാതിരിക്കട്ടെ. ബോബി ചെമ്മണ്ണൂർ എന്ന വൃത്തികെട്ടവൻ പിന്നീട് ഹണി റോസിനെ നിരന്തരം പിന്തുടർന്നു എന്ന സൂചനയാണ് അവരുടെ പോസ്റ്റിലുള്ളത്. അത് സത്യമാണെങ്കിൽ അയാൾക്കെതിരെ നിയമപരമായ നടപടികൾ കൈക്കൊള്ളണം, അയാളെ തുറുങ്കിലടയ്ക്കണം. പണത്തിന്റെ ധാർഷ്ട്യത്താൽ ഇന്ത്യയിൽ ഏത് സ്ത്രീകളെയും അപമാനിക്കാൻ കഴിയുമോ എന്ന ആ സെലിബ്രിറ്റിയുടെ ചോദ്യം നമ്മുടെ ഹൃദയങ്ങളിൽ വന്നലയ്ക്കും. അവരുടെ ഉടുപ്പിനെക്കുറിച്ച് വിമർശിക്കുന്നവരുണ്ട്, അവരുടെ ജീവിത രീതിയെ പരിഹസിക്കുന്നവരുണ്ട്. ഉദ്ഘാടന ചടങ്ങുകളിൽ അവരെത്തുമ്പോൾ അവർ ധരിക്കുന്ന ഉടുപ്പിനെയും ആകാരവടിവിനെയും ഒക്കെ പരിഹസിക്കുന്നവരുണ്ട്. പക്ഷേ അവരുടെ വാക്കുകളിൽ സത്യസന്ധതയുണ്ടെങ്കിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ അവർ നിയമപരമായി നീങ്ങട്ടെ. കഴിഞ്ഞ കുറച്ചു കാലമായി സമൂഹ മാധ്യമങ്ങളിൽ ബോബി ചെമ്മണ്ണൂർ നടത്തുന്ന ഏറ്റവും നീചമായ പ്രമോഷൻ വർക്കുകൾ, പ്രകടനങ്ങൾ, ഇത് സാധാരണക്കാരുടെ അഭിമാനത്തെ ക്ഷതമേൽപ്പിക്കുന്ന വിധത്തിൽ തന്നെയുള്ളതാണ്. പുരുഷന്മാരെന്നോ സ്ത്രീകളെന്നോ കുട്ടികളെന്നോ വ്യത്യാസമില്ലാതെ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ ഇയാൾ ആളുകളെ അപമാനിക്കുന്നു. പണത്തിൻ്റെ പവറും പ്രിവിലേജും ഉപയോഗിച്ച് ഇയാൾ കേരളത്തിൽ തുറന്നുവിടുന്ന സ്ത്രീവിരുദ്ധത ഒരു തരത്തിലും ചോദ്യം ചെയ്യപ്പെട്ടില്ല ഇന്നലകളിൽ. രാഷ്ട്രീയക്കാരും സിനിമാക്കാരുമൊക്കെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കുന്ന കേരളത്തിൽ എന്തുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിനെ കൃത്യമായി ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കിയില്ല? തൻ്റെ പബ്ലിസിറ്റിക്കായി സ്ത്രീവിരുദ്ധത പ്രചരിപ്പിക്കാൻ, തൻ്റെ പ്രിവിലേജിൻ്റെ പുറത്തിരുന്ന് അതില്ലാത്ത മനുഷ്യരെ തൻ്റെ സെൽഫ് പ്രൊമോഷന് വേണ്ടി ഉപയോഗിക്കാൻ ബോബി ചെമ്മണ്ണൂരിന് ആരാണ് സ്വാതന്ത്ര്യം കൊടുത്തത്? സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ ഇയാൾ നടത്തുന്ന ഈ വൃത്തികേടുകൾ തമാശയായി ചിത്രീകരിക്കുകയും അയാൾ ഒരു തരത്തിലും ഓഡിറ്റ് ചെയ്യപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനം കേരളത്തിൽ നിലനിൽക്കുന്നു. മോഹൻലാലിൻ്റെ ബോയിങ് ആണ് തന്നെ സ്വാധീനിച്ചത് എന്ന് അഭിമുഖങ്ങളിൽ പറയുന്ന ബോച്ചെ ആ സിനിമയിൽ ഒരുപാട് സ്ത്രീകളെ ഒരുമിച്ച് പ്രണയിക്കുന്നതാണ് കാണിക്കുന്നത്. അത് ജീവിതത്തിലും ആവർത്തിച്ചപ്പോൾ കുഴപ്പമുണ്ടായി എന്നൊക്കെ തട്ടിവിടുന്നു. പിന്നെ എനിക്ക് പ്രചോദനങ്ങളൊക്കെ ലഭിക്കാറുള്ളത് സിനിമകളിൽ നിന്നാണ്. ബോബി ചെമ്മണ്ണൂരിന് മാനസിക വൈകൃതമുണ്ട് എന്ന് ഹണി റോസ് തൻ്റെ കുറിപ്പിലൂടെ കേരളത്തോട് പറയുമ്പോൾ അത് ഗൗരവത്തോടെ കാണണം ഭരണകൂടം. വീട് കിട്ടുന്നതൊക്കെ വിദ്യയാക്കി, അതൊക്കെ തൻ്റെ പ്രചരണ മാർഗങ്ങളാക്കി
കേരളത്തെ കൊള്ളയടിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ. അതിലപ്പുറം സമൂഹ മാധ്യമങ്ങളിൽ അയാൾ നടത്തുന്ന വൃത്തികെട്ട മലീമസമായ ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അത് അവസാനിപ്പിച്ചേ തീരൂ. ഹണി റോസിന് പിന്തുണ നൽകിക്കൊണ്ട് ഹരീഷ് വാസുദേവൻ അവരുടെ കുറിപ്പിന് കീഴെ ഒരു കമന്റ് എഴുതിയിരിക്കുന്നു. അതിങ്ങനെ: പ്രതികരണം നന്നായി. ഇന്ത്യയിലെ നിയമവ്യവസ്ഥ നോക്കുകുത്തിയാണ്. തോന്നിവാസം കാണിക്കുന്ന കാശുകാരനെ തൊടാൻ പോലീസിനോ സ്റ്റേറ്റിനോ താല്പര്യമില്ല. നിയമ സംവിധാനം നോക്കുകുത്തിയായതുകൊണ്ട് നേരിട്ട് ആരിൽ നിന്നെങ്കിലും തല്ല് കിട്ടുന്നതുവരെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ തുടരും. നാണമില്ലാത്തവനായതുകൊണ്ട് തല്ല് കിട്ടിയാലും തുടരും. അതെ, ബോച്ചയ്ക്ക് 2 തല്ല് കിട്ടിയാലും ഇതൊക്കെ അയാൾ ഇനിയും തുടരുമെന്നാണ് ഹരീഷ് വാസുദേവൻ ശ്രീദേവിയെ പോലുള്ളവർ പറയുന്നത്. കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.